സഹനാവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. പ്രിയപ്പെട്ട ശ്രീ അശോകൻ ചെരുവിൽ അവർ നമുക്ക് ഏവർക്കും സ്വാഗതമൊഴിയ നിങ്ങളെ ഈ രീതിയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബിജു മാഷ്, വേദിയിലിരിക്കുന്ന ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. അരിയപ്പുറത്തിൻ്റെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പറയേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് നിങ്ങൾ ഈ അക്ഷര ലോകത്ത് വസിക്കുന്നവരായതുകൊണ്ട് ധാരാളം അറിഞ്ഞ് കേട്ട് ഇരിക്കുന്നവരാണ്. പക്ഷേ അരിയപ്പുറം എന്ന ഈ പുണ്യ സങ്കേതത്തിലേക്ക് ആദ്യമായി എത്തിച്ചേരുന്നവരുണ്ട്. ഇപ്പോഴാണ് അതിനൊരു സമയം കിട്ടിയെന്ന് തോന്നുന്നു. അതൊരു വലിയൊരു ഭാഗ്യമാണ്. കാരണം അതൊരു പുണ്യ തീർത്ഥവും കൂടിയാണ്. ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള മഹർഷിമാർ എവിടെയാണോ തപസ് ചെയ്യുന്നത് ആ ഇടമാണ് തീർത്ഥം. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം നമ്മളുടെ ഈ അരിയപ്പുറത്തിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് അറിവിന് വേണ്ടിയിട്ടും ഈ ഇടം ഗുരു ഇവിടെ തപസ്സിന് വേണ്ടി വരുന്ന സമയത്ത് അറിയപ്പെട്ടിരുന്നത് ശങ്കരൻ കാട് എന്നാണ്. ശങ്കരൻ കാട് ഈ ഏരിയ അത്രയും നിബിഡമായ വനം പ്രദേശമായിരുന്നു. കാട്ടുമൃഗങ്ങളും വന്യമൃഗങ്ങളൊക്കെ സ്വൈര്യവിഹാരം ചെയ്തിരുന്ന ഒരു ഇടം. അപ്പോൾ ഈ ഗ്രാമത്തിലുള്ള ആളുകൾക്കൊക്കെ പകൽ പോലും ഇവിടെ വരുന്നതിന് ഭയമായിരുന്നു എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് നിബിഡമായ വനം. ആ ഒരു വനത്തിലേക്കാണ് മരുത്വാമലയിലെ സാക്ഷാത്കാരത്തിന് ശേഷം, ആത്മസാക്ഷാത്കാരം, നമുക്ക് സെൽഫ് റിയലൈസേഷൻ എന്നൊക്കെ പറയാം, അതിനുശേഷം ഗുരു ഇവിടെ വരുന്നു. അപ്പോൾ ഈ കാട്ടിൽ, ഈ വനത്തിൽ ഒരു യുവ യോഗി ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു കുടിൽ കെട്ടി ഇവിടെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെയൊക്കെ യുക്തിക്കും ബുദ്ധിക്കും അപ്പുറത്തേക്ക് പല ചിന്തകളുണ്ടാകും. ഒരു അത്ഭുത മനുഷ്യനാണ്. അങ്ങനെ പലരും ഗുരുവിനെ കാണാൻ വരാൻ തുടങ്ങി. സാവധാനത്തിൽ ധാരാളം ആളുകൾ വരാൻ തുടങ്ങി. അന്നത്തെ ആ ഒരു ചരിത്ര പശ്ചാത്തലം എവർക്കും അറിവുള്ളതാണ്. ഇപ്പോൾ മനുഷ്യന് റോഡിലൂടെ നടക്കുന്നതിനോ മനുഷ്യനെ മനുഷ്യനായി കാണുന്നതിനോ സാഹചര്യമില്ലാതിരുന്ന ഒരു അവസ്ഥ. ഒരുപക്ഷെ നമ്മളുടെ മഹർഷിമാരൊക്കെ എല്ലാവരിലും ആ ഒരു ചൈതന്യത്തെ കാണണം, അങ്ങനെയാണ് എന്നുള്ള ഒരു മഹിതമായ ആശയം, ഒരു ദർശനം ലോകത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ അവകാശികളായിട്ട് വന്നവരൊക്കെ സ്വാർത്ഥമതികളായതുകൊണ്ട് മനുഷ്യരെയൊക്കെ തമ്മിൽ തെറ്റിച്ച് അവർ ജീവിച്ചുകൊണ്ടിരുന്നു. അപ്പം അതിനൊരു പരിഹാരമെന്നോണം ഗുരു ഇവിടെ ആദ്യമായിട്ട് ശങ്കരൻകുഴിയിൽ നിന്ന്, അപ്പോൾ ഈ ശങ്കരൻ കാട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് ശങ്കരനുമായി ബന്ധപ്പെട്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ എന്തോ ഒരു ബന്ധം ഉണ്ടായിരുന്നിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ഒരു വെറും ശങ്കരൻകാട് വരില്ല. തന്നെയല്ല, കർക്കിടക മാസത്തിലെ വാവുബലിക്ക് ഇവിടെ ആളുകൾ കൂടുമായിരുന്നു. അതൊരു വാവൂട്ട യോഗം ആയിരുന്നു അന്ന്. അങ്ങനെ ഒരു കൂട്ടായ്മ. അപ്പോൾ ഗുരു അതുകൊണ്ട് തന്നെ ശങ്കരൻ കുഴിയിൽ നിന്ന് മുങ്ങി. അപ്പോൾ യോഗികൾക്കൊക്കെ അത്രമാത്രം ജലത്തിൽ മുങ്ങിക്കിടക്കുന്നതിനും അതിൻ്റെ കുറേ സിദ്ധികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളുടെ ബുദ്ധി പ്രവർത്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ചില രഹസ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഗുരു എത്രയോ മണിക്കൂർ ആ ശങ്കരൻകുഴിയിൽ മുങ്ങിയാണ്. ആ ഒരു ശില്പി കൊത്തിയെടുത്താൽ പോലും അത്ര മനോഹരമായിട്ടുള്ള ലക്ഷണമൊത്ത ഒരു ശിവലിംഗം
നമ്മൾ സാധാരണ കല്ലെന്നൊക്കെയാണ് പറയുന്നത്, അത് നമ്മുടെ ഒരു ഭാഷയിലാണ്. പക്ഷെ അതിന് കുറച്ചും കൂടി ഒരു പവിത്രതയും ഒക്കെ ഇതിന് വേണ്ടിയിട്ടാണ് ശിവലിംഗം അത്രയും മനോഹരമായിട്ടുള്ള ഒരു ശിവലിംഗം കണ്ടിട്ടുണ്ടാകും. അപ്പം അങ്ങനെ ഒരു ശിവലിംഗം ഗുരു മുങ്ങിയെടുക്കുകയും പിന്നീടും എത്രയോ സമയം ഇവിടെ വന്ന് ധ്യാനനിരതനായി നിന്നിട്ടാണ് ഗുരു അവിടെ ആ പാറ ഒരു പീഠമായി സങ്കല്പിച്ചുകൊണ്ട് അതിലേക്ക് വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നു. സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ അഷ്ടദ്രവ്യം ഇട്ട്, അഷ്ടബന്ധം ഇട്ടാണ് അത് ഉറപ്പിക്കുന്നത്. ഒരു പശയാണ്, അത് ഒരു 12 വർഷം കഴിയുമ്പോൾ ഇളകി പോകും, പിന്നെ വീണ്ടും പുനഃപ്രതിഷ്ഠയാണ്. പക്ഷെ ഇവിടെ ഗുരു പരസ്യമായിട്ട് ഒരു ചെറിയ ഓലപ്പന്തലിലാണ് ഇതൊക്കെ ചെയ്തത്. ആർക്കും അത് നേരിട്ട് കാണാനുള്ള, എല്ലാവരും നോക്കി നിൽപ്പുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒരു പ്രകാശം ഇങ്ങനെ മുകളിൽ വരികയും ആ പ്രകാശത്തിലേക്ക് എല്ലാവരും ശ്രദ്ധ പോകുന്ന സമയത്ത് തന്നെ ഗുരു ഇവിടെ പ്രതിഷ്ഠ നടത്തുകയും ചെയ്യുന്നതാണ്. എന്തായാലും 138 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഇതുവരെയും ഒരു പുനഃപ്രതിഷ്ഠ വേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. വെറുതെ ഒരു ശിവലിംഗം ഒരു പീഠത്തിലേക്ക് ഒട്ടിച്ച് വെക്കുക എന്ന് പറഞ്ഞത് അസാധ്യമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഗുരുവിൻ്റെ തപശക്തി കൊണ്ട് ആ ശിലയോട് ഉരുക്കി ചേർത്തിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു അത്ഭുതകരമായ പ്രതിഷ്ഠയാണ്. അപ്പോൾ അതിനുശേഷം ക്ഷേത്രം വേണം. അപ്പോൾ ക്ഷേത്രം ആര് പണിയും എന്നുള്ളതിനെക്കുറിച്ച് ഗുരുവിൻ്റെ അടുത്ത്, ഗുരു ചെറുപ്പമാണല്ലോ, 32 വയസ്സല്ലേ ഉള്ളൂ. അപ്പം അന്നത്തെ ഇവിടുത്തെ പ്രമാണിമാർ ആയിട്ടുള്ളവർ, എല്ലാ നാട്ടിലും പ്രമാണിമാരുണ്ട്. പണത്തിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയൊക്കെ പല രീതിയിലാണ് പ്രമാണിമാരുണ്ടാകുന്നത്. അപ്പം അന്നത്തെ പ്രമാണിമാർ കുറേ ശ്രമമൊക്കെ നടത്തി എങ്ങനെ ക്ഷേത്രം പണിയാം. പക്ഷേ അവരുടെ കണക്കൂട്ടലുകൾ ശരിയാവുന്നില്ല. അവസാനം ഗുരുവിനോട് തന്നെ ചോദിക്കുന്നുണ്ട്, ഇതാര് പണിയും, എങ്ങനെ പണിയും? അപ്പോൾ ഗുരു പറഞ്ഞു, ഒരു അവധൂതൻ വരും, ആ അവധൂതന് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. അവധൂതൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കണ്ടാൽ ഒരു പ്രാകൃത വേഷധാരിയാണ്, കുളിച്ചിട്ടുണ്ടാവണമെന്നില്ല, ഒരുമാതിരി ഭ്രാന്താവസ്ഥയിലായി. ഗുരു പറഞ്ഞു. പക്ഷെ അതനുസരിച്ച് തന്നെ ഒരു അവധൂതൻ ഇവിടെ വന്നു. അദ്ദേഹമാണ് ഇന്ന് കാണുന്ന രീതിയിൽ അകത്തെ ശ്രീകോവിലും പുറത്തുള്ളതും ഒക്കെ കരിങ്കല്ല് കീറി ആണത് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രതിഷ്ഠ നടത്തിയ രൂപത്തിലുള്ള ഗുരുവിനെ ഈ ക്ഷേത്രം പണി കഴിയുന്നവരെ പിന്നെ ഇവിടെ കണ്ടിട്ടില്ല. അതേ സമയത്ത് ഗുരു മറ്റു പല സ്ഥലങ്ങളുണ്ട് താൻ. ഈ അവധൂതനായി വന്നതും ഗുരു തന്നെയാണ്. അപ്പോൾ ഗുരുവിൻ്റെ അദ്വൈതദീപികയിൽ പറയുന്നുണ്ട്, യോഗസ്ഥനായി നിലയിൽ നിന്നിളകാതെ കായവ്യൂഹം ധരിച്ച് വിഹരിച്ചിടുമിന്ന് യോഗി എന്ന് ഗുരുവിൻ്റെ കൃതിയിൽ തന്നെ ഗുരു പറയുന്നുണ്ട്. അപ്പോൾ ഒരേ സമയത്ത് തന്നെ അനേകം ശരീരങ്ങൾ എടുത്ത് വിഹരിക്കുന്നതിന് യാതൊരു തടസ്സവും അവർക്കില്ല എന്നുള്ള നിലയാണ് ഗുരു തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും ഗുരു അവകാശപ്പെട്ടിട്ടില്ല, മറ്റുള്ളവർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. ശ്രദ്ധയിൽപ്പെടുത്താതെയാണ് ഗുരു ഒരുപാട് സിദ്ധി വിശേഷങ്ങൾ കാട്ടിയിട്ടുള്ളത്. നമ്മളെ വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, നമ്മൾ കാണാതെ പോകുന്നത്. അപ്പം നമ്മൾ ഈ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ മാത്രമാണ് അത് മനസ്സിലാകുന്നത്. അങ്ങനെ ഗുരു പ്രതിഷ്ഠ കഴിഞ്ഞു. പിന്നീട് അവിടെ എഴുതി വെച്ചു അല്ലേ, ലോകത്തിന് വേണ്ടിയിട്ടൊരു സന്ദേശമാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഈ അദ്വൈതത്തിൻ്റെ സാരാംശമാണ്, സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം, സോദരബുദ്ധി. പക്ഷെ ഇന്ന് നമുക്ക് ആ ബുദ്ധി വന്നിട്ടില്ല എന്നുള്ളത് വേറൊരു തിരിച്ചറിവാണ് അല്ലേ. 128 വർഷങ്ങൾ കഴിഞ്ഞു. നമ്മൾക്ക് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ആശയമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മൾ ആരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. മറ്റൊരാളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുവാനോ അതനുസരിച്ചിട്ട് പെരുമാറാനോ നമ്മൾ ശരിയല്ല, നമ്മൾ റെഡിയല്ല. നമ്മൾ പറയുന്നത് മാത്രം ശരിയെന്നുള്ള ആ ഒരു രീതിയിലാണ് ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഈ ജാതി ഭേദമില്ലാതെ മതവിദ്വേഷമില്ലാതെ ഇവിടെ ഒരു സോദരത്വേന വാഴുന്ന ഒരു മാതൃക ലോകം സൃഷ്ടിക്കുന്നതിന് സാധിക്കുന്നത്? അപ്പോൾ അതിനു വേണ്ടുന്ന കാര്യങ്ങളാണ് ഗുരു ശ്രീനാരായണ ധർമ്മത്തിലൂടെയും ഗുരുവിൻ്റെ കൃതികളിലൂടെയും ഒക്കെ പറയുന്നത്. എല്ലാ മനുഷ്യരിലും കുടികൊള്ളുന്നത് ഒരേ ചൈതന്യമാണ്, ഒരേ ശക്തിയാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ചിലർക്ക് കഴിവുകൾ വ്യത്യസ്തമാകാം. ഇപ്പോൾ മഹാത്മാഗാന്ധി വന്നപ്പോൾ പോലും ഗാന്ധിജിയുടെ മനസ്സിലുണ്ടായിരുന്ന ജാതിയെ ഗുരു അറിവ് ഉപയോഗിച്ച് ഉദാഹരണ സഹിതം മാവിൻ്റെ ഇലകളെ ചൂണ്ടിക്കാട്ടി
ഒക്കെ മഹാത്മജിയെ പോലും ഗുരുവിന് തിരുത്തേണ്ടി വന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം. അപ്പം അങ്ങനെ വളരെ ശാസ്ത്രീയമായിട്ട് തന്നെയാണ് ഗുരു ജാതിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, മതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതൊന്നും വേണ്ടത്ര രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, ഈ തലമുറകളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നില്ല എന്നുള്ളത് വേറൊരു ദുരന്തമാണ്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ഈ പകർന്നു നൽകിയ ലോകത്തിന്, മനുഷ്യരാശിക്ക് പകർന്നു നൽകിയതാണ്. അപ്പം അതൊരു ചെറിയ സമുദായത്തിൻ്റെയോ ഒരു ദേശത്തിൻ്റെയോ ഒന്നുമല്ല. അത് എവിടെയൊക്കെയാണ് മനുഷ്യന് സ്വാതന്ത്ര്യം വേണ്ടുന്നത്, എന്തിൽ നിന്നാണ് അവന് സ്വാതന്ത്ര്യം വേണ്ടുന്നത്, അത് ശാസ്ത്രീയമായിട്ട് ഗുരു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം അത് ഗുരുവിൻ്റെ കൃതികളിലൂടെ നമുക്കറിയാൻ പറ്റും. അങ്ങനെ ഈ സന്ദേശം എഴുതി വെച്ചതിന് ശേഷം ഗുരു ആദ്യമായിട്ട് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകണം എന്ന് ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അപ്പുറ സൈഡ്, ക്ഷേത്രത്തിൻ്റെ അപ്പുറ സൈഡ്, വടക്കേ സൈഡിൽ കാണുന്ന നിങ്ങൾ ഭക്ഷണം കഴിച്ച ആ കെട്ടിടം ഗുരു സ്കൂളിന് വേണ്ടി, വിദ്യാലയത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അന്ന് 3ാം ക്ലാസ് വരെ സംസ്കൃത സ്കൂൾ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രഥമ അധ്യാപകർ മഹാകവി കുമാരനാശാനും അതേപോലെ തന്നെ ശിവലിംഗദാസ സ്വാമികൾ, നമ്മുടെ ബിജുമാഷ സൂചിപ്പിച്ചു. ഈ ഇവിടെ അടുത്ത പൂർവാശ്രമം മാരായിക്കോട്ടം എന്നുള്ള സ്ഥലത്താണ് ശിവലിംഗദാസ സ്വാമികളുടെ പൂർവാശ്രമം. അദ്ദേഹത്തിൻ്റെ അന്നത്തെ ജാതി പ്രശ്നങ്ങളൊക്കെ കാരണം ഗുരുവിൻ്റെ കൂടെ കൂടിയതുകൊണ്ട് അദ്ദേഹത്തിന് പുറത്താക്കി. അങ്ങനെ ഗുരുവാണ് അദ്ദേഹത്തെ സംസ്കൃതം പഠിപ്പിക്കുന്നതും വേദങ്ങൾ പഠിപ്പിക്കുന്നതും മറ്റുള്ള ഉപനിഷത്തുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് അദ്ദേഹം ഗുരുവിനെ മനസ്സിലാക്കിയിട്ട് എഴുതിയതാണ് ബ്രഹ്മണേ മൂർത്തിമതേ ശ്രുതാനാം ശുദ്ധികേതവേ നാരായണേതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്നുള്ള ഒരു 5 ശ്ലോകം. അപ്പോൾ ആരാണ് ശ്രീനാരായണ ഗുരു എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായ ശിവലിംഗദാസ സ്വാമികൾ നമ്മുടെ മുൻപിലേക്ക് കോറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ സ്കൂൾ ഇവിടെ പ്രവർത്തിച്ചു. ദൗർഭാഗ്യമെന്ന് പറയാം, ഗുരുവിൻ്റെ ഒക്കെ കാലശേഷം അത് ആ സ്കൂൾ നിലച്ചുപോയി. നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്കും അതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടോ എന്തോ അങ്ങനെ നിലച്ചുപോയി. പിന്നെ ഏതോ ഒരു ഭാഗ്യം എന്നോണം ഞാനിവിടെ 2007 ഇവിടെ സെക്രട്ടറിയായി ചാർജ് എടുക്കാൻ വരുമ്പോൾ ഈ കഥകളൊക്കെ അറിയുകയും ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ സ്കൂളൊന്ന് പുനരാരംഭിച്ചു. അങ്ങനെ സംസ്കൃത സ്കൂളായിട്ടല്ല തുടങ്ങിയത്, CBSE സിലബസിലാണ് തുടങ്ങിയത്. അങ്ങനെ സ്കൂൾ ആരംഭിക്കുമ്പോൾ 34 കുട്ടികളുണ്ടായിരുന്നു. പിന്നീട് അത് കൂടി വന്നു. അതിശക്തമായിട്ടുള്ള എതിർപ്പും എനിക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അതിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പോൾ എന്തായാലും സ്കൂള് നമ്മളൊരു 300ഓളം കുട്ടികളായി. അപ്പോഴേക്കാണ് കൊറോണയൊക്കെ വന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിരുന്നു, പിണറായി വിജയൻ വന്നപ്പോഴും കൊടുത്തിരുന്നു, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിക്കൊക്കെ നമ്മൾ ഈ സ്കൂളിനെ ഒന്ന് നമുക്ക് NOC കിട്ടണമെന്ന് പറഞ്ഞ് കൊടുത്തു. പക്ഷെ ഇന്ന് വരെ അത് നടന്നിട്ടില്ല. അപ്പോൾ അവർക്ക് പല പല ന്യായങ്ങളും ഒക്കെ ഉണ്ട്, അത് പൊളിറ്റിക്സ് ആകാം, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ അവസാനം മുഖ്യമന്ത്രിയോട് പറഞ്ഞത്, ഇത് ശ്രീനാരായണ ഗുരുദേവൻ തുടങ്ങി വെച്ചൊരു വിദ്യാലയം, അപ്പം അതിന് ഏത് രീതിയിലെങ്കിലും ഒരു തരണം എന്ന് വരെ പറഞ്ഞു. പക്ഷെ ഇന്ന് വരെയും നമുക്കത് കിട്ടിയിട്ടില്ല. എങ്കിലും നമ്മൾ അപ്പം അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ സ്വാമി സ്കൂളൊക്കെ നടക്കട്ടെ, 7ാം ക്ലാസ് വരെ നടത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല, അത് കഴിഞ്ഞിട്ടാണ് വിഷയം. അപ്പോൾ ഇപ്പോൾ എന്തായാലും 7ാം ക്ലാസ് വരെ ഉള്ളൂ. പഠിച്ചു പോകുന്ന കുട്ടികളെല്ലാം മിടുക്കന്മാരും മിടുക്കികളായിട്ടൊക്കെയാണ് മറ്റ് സ്കൂളുകളിലും ഇപ്പോൾ അവർ കോളേജിലും അങ്ങനെ പല തലത്തിലേക്ക് അവർ പോയി. അപ്പോൾ അതങ്ങനെ സ്കൂളിൻ്റെ ആരംഭം അങ്ങനെയാണ്. പിന്നെ ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ശങ്കരൻകുഴി ഒരു ശിവലിംഗം മുങ്ങിയെടുത്തത്, പിന്നെ SNDP യോഗം, ഈ വാവൂട്ടി യോഗം, പിന്നീട് ശ്രീനാരായണ പരിപാലന യോഗമായിട്ട് ഡോക്ടർ പൽപ്പുവിൻ്റെയൊക്കെ ഒരു ശുപാർശയോടുകൂടി ഗുരുദേവനെ അധ്യക്ഷനായിട്ട് വെച്ചിട്ട് ആദ്യമായിട്ട് മീറ്റിംഗ് കൂടുന്നത് ആ പ്ലാവിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടാണ്. പിന്നെ തൊട്ടപ്പുറത്തൊരു വലിയൊരു മഹാഗണിയുണ്ട്, ഗുരുവിൻ്റെ കാലത്ത് തന്നെയുള്ള ഒരു മഹാഗണിയാണ്. ഡോക്ടർ പൽപ്പുവിൻ്റെ അമ്മയുടെ അധ്യക്ഷതയിലാണ് ഇവിടെ ആദ്യമായിട്ട് വനിതാ സമ്മേളനം ഗുരു സംഘടിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ ചകിരിയും മറ്റു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് മറ്റ് മേഖലകളിലേക്കൊക്കെ ഗുരു കൊടുക്കുകയുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു മയിലിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ടാണ്, ശില്പം, അത് മരത്തിൽ കൊത്തിയെടുത്തിരിക്കുന്നതാണ്. തിരുവനന്തപുരത്തുള്ള മരിയൻ ചട്ടമ്പി എന്ന് പറയുന്ന ഒരു ക്രിസ്തുമത ഭക്തൻ ഗുരുവിന് സമർപ്പിച്ചതാണ്. അതിൻ്റെ പുറകിലെ എന്ത് ഉദ്ദേശം നമുക്കറിയില്ല. എന്തായാലും അത് നമ്മൾ ഭംഗിയായിട്ട് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഗുരു വിശ്രമിച്ച മുറിയാണ് നമ്മൾ പൂജാറൂമായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് തൊട്ടടുത്തുള്ള
മുറി ഭൈരവൻ ശാന്തി സ്വാമികൾ എന്ന് പറഞ്ഞ ഗുരുവിൻ്റെ ഇവിടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ്. എല്ലാ കാര്യങ്ങളും ഗുരുവിന് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന, സേവ ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹമാണ്. ഗുരുവിനേക്കായും ഒരു 40-45 വയസ്സ് അധികമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ ഗുരുവിൻ്റെ സന്തത സഹചാരിയായിട്ട് എപ്പോഴും കൂടെ ഇരുന്നതാണ്. കൊടുതൂക്കി മലയിൽ ഗുരു തപസ് ചെയ്യുമ്പോൾ, മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ബാലമുരുകനുമായിട്ട് ഗുരു സംവദിക്കുന്നത് കണ്ട ഒരേ ഒരു വ്യക്തിയാണ് ഭൈരവൻ ശാന്തി സ്വാമികൾ. അപ്പോൾ അതിൻ്റെ ഇതിൽ ഗുരുവിൻ്റെ ഒരു അനുഗ്രഹത്തോടു കൂടി ദീർഘായുസ്സായിരിക്കുമെന്ന് ഗുരു പറഞ്ഞു എന്നാണ്. 120 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നു, ഒരു പുരുഷായുസ്. അപ്പോൾ അങ്ങനെ ഭൈരവൻ സ്വാമികളുടെ മുറി അവിടെയുണ്ട്. ഗുരു ഉപയോഗിച്ചിരുന്ന കട്ടില്, കസേര, വടി ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. അതുപോലെ കുമാരനാശാൻ്റെ റൂം നിങ്ങൾ കണ്ടു, പലരും ഫോട്ടോ ഒക്കെ എടുത്തു. അവിടെയും ആശാൻ താമസിച്ചിരുന്നു. ആശാൻ്റെ കൃതികളെല്ലാം അവിടെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വരാന്തയിൽ ഇരുന്നിട്ടാണ് ആശാൻ്റെ കവിതകൾ മിക്കവാറും ഒക്കെ എഴുതിയിട്ടുള്ളത്. പിന്നെ തൊട്ട് താഴെ ഭൈരവൻ സ്വാമികളുടെ ഒരു സമാധി മന്ദിരമുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ശിവലിംഗ മോഡൽ. അത് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലം. പിന്നെ തൊട്ടപ്പുറത്ത് ഗുഹയുണ്ട്, നദിയുടെ തീരത്ത് തന്നെ. പിന്നെ ഇന്നലെ നിങ്ങൾ മുകളിൽ പോയപ്പോൾ അവിടെ ഗുഹ കണ്ടിട്ടുണ്ടാവണം. ഗുഹയിലൊക്കെ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടാവും. ചിലർ ഇറങ്ങി, ചിലർ ഇറങ്ങിയില്ല അല്ലേ. അവിടെ പിന്നെ അതുപോലെ മുരുകൻ ഒക്കെ ദർശനം കിട്ടിയ പാറ അവിടെയുണ്ട്. നമ്മളവിടെ ഗുരുവിൻ്റെ മറ്റുള്ളവർ ശ്രദ്ധയിൽപ്പെടാത്ത വേദാന്ത സൂത്രം എന്നുള്ള കൃതി നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ ഭാരതത്തിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന പ്രമാണ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന പ്രസ്ഥാനത്രയമാണ്. അതിൽ വ്യാസനാണ് ബ്രഹ്മസൂത്രവും ഉപനിഷത്തും ഗീതയും, ഇതാണ് പ്രസ്ഥാനത്രയം. അപ്പോൾ ബ്രഹ്മസൂത്രം 555 സൂത്രങ്ങളാണ്. അതിനുശേഷം ഇന്ന് വരെ, അതായത് ഗുരുവിൻ്റെ കാലം വരെ വേറെ ആരും അതുപോലെ കൃതി രചിച്ചിട്ടില്ല. ഗുരുവാണ് അങ്ങനെ ഒരു കൃതി. കാരണം ബ്രഹ്മസൂത്രത്തിൻ്റെ സാരാംശം അത് 21 സൂത്രങ്ങളിലായിട്ട് അതേ ഭാഷയിൽ ഗുരു രചിച്ചിട്ടുണ്ട്. പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യം. അപ്പം അങ്ങനെ ഗുരു കൈവെക്കാത്ത, ഗുരു ഭാഷ്യകാരനാണ്, സൂത്രകാരനാണ്, മന്ത്രദൃഷ്ടാവാണ്. അതുപോലെ ഉപനിഷത്ത് എഴുതിയ പോലെ തന്നെയുള്ള കൃതികളും നമുക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ പരിപൂർണനായിട്ടുള്ള ഗുരുവിൻ്റെ ഈ സാമൂഹികമായിട്ടുള്ള ആ വശങ്ങളെക്കുറിച്ച് മാത്രമാണ് 138 വർഷം പിന്നിടുമ്പോഴും ഈ കേരളത്തിൽ അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ഒരു വല്ലാത്ത ഒരു ദുരന്തമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ഗുരു 10 ദിവസമാണ് ഇവിടെ ശിവരാത്രിക്ക് ഉത്സവം പറഞ്ഞിരിക്കുന്നത്. അതിൽ 9 ദിവസവും ഓരോ ഉത്സവക്കാരെ ഗുരു നിയോഗിച്ചിട്ടുണ്ട്. ഒന്നാം ഉത്സവം അപ്പോൾ അവർ പൂജയും അവരുടെ അന്നദാനവും ഒക്കെ ആ വീട്ടുകാരുടെ, കുടുംബക്കാരുടെ ആയിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ 9 ദിവസം പോകും. പിന്നെ 10ാമത്തെ ദിവസം എല്ലാവരും കൂടിയാണ്. അങ്ങനെ ഈ സമ്മേളനം, ഇവിടെ മിക്കവാറും സമ്മേളനങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ മന്ത്രിമാരും സാഹിത്യകാരന്മാരും സാംസ്കാരിക രംഗത്തുള്ളവരും അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിലുള്ള ആളുകളുടെ സമ്മേളനങ്ങൾ ഇവിടെ നടക്കാറുണ്ട്. ശിവരാത്രി ദിവസം കുറച്ച് വിപുലമായിട്ട് കാര്യങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് ശങ്കരൻകുഴിയിൽ നിന്ന് ഒരു 1008 കുടം ജലം നമ്മളെടുത്ത് ഇവിടെ അഭിഷേകം ചെയ്യാറുണ്ട്. അപ്പോൾ അത് 2 കാര്യങ്ങളാണ് അതിന് പുറകിലുള്ളത്. പലരും നമ്മുടെ യുക്തിക്ക് ചേരാത്ത കാര്യമാണെന്നൊക്കെ വിമർശനങ്ങൾ വരുമ്പോഴും ഈ നദി ഒക്കെ നമ്മളെപ്പോഴും സംരക്ഷിക്കണം, അതിനെ പരിപാലിക്കണം, അത് പരിശുദ്ധമായി സൂക്ഷിക്കണം എന്നുള്ളൊരു മെസ്സേജും കൂടി അതിനുണ്ട്. അപ്പോൾ തന്നെയല്ല, വേദാന്തമൊന്നും മനസ്സിലാകാത്ത ആളുകൾക്ക് ആ വഴിയിലേക്ക് വരാൻ വേണ്ടിയുള്ളൊരു ശ്രദ്ധ കൊടുക്കാനായിട്ട് നമ്മൾ ശങ്കരൻകുഴിയിൽ നിന്ന് തന്നെ ജലമെടുത്ത് ഓം ശിവായ ജപിച്ച് ആളുകളിലേക്ക് കൈമാറി, അവരിങ്ങനെ കൈമാറിയാണ് അത് അഭിഷേകം ചെയ്യുന്നത്. അപ്പോൾ ധാരാളം ജനങ്ങൾ, ഭക്തജനങ്ങൾ വരുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മുടെ ഒരു ഉപരിപ്ലവമായ തലത്തിൽ അതിന് അർത്ഥമില്ലാന്ന് തോന്നിയെങ്കിലും അവരെയും കൈപിടിച്ച് ഉയർത്താം. ഗുരു ആദ്യമായിട്ട് ഈ ശിവലിംഗം പ്രതിഷ്ഠിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഗുരുവിൻ്റെ പ്രതിഷ്ഠകളും ഗുരുവിൻ്റെ കർമ്മങ്ങളും നമ്മൾ നോക്കുമ്പോൾ പ്രതിഷ്ഠ, മൂർത്തി പൂജ, മൂർത്തി വിഗ്രഹം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രണ്ടാമത്തെ ഒരു ഘട്ടം എന്നുള്ള രീതിയിൽ, ഞാൻ വർഷമല്ല പറയുന്നത്, രണ്ടാമത്തെ ഒരു ഘട്ടം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ കണ്ണാടിയാണ് അടുത്തൊരിതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത തലം എന്ന് പറയുന്നത് ഗുരു അദ്വൈതാശ്രമം. അപ്പോൾ ഒരു അക്ഷരം പഠിക്കുന്ന ഒരു കുഞ്ഞിൽ നിന്ന് അവൻ എങ്ങനെയാണ് ഗ്രാജുവലായിട്ട് ഏറ്റവും ടോപ്പിലേക്ക് എത്തേണ്ടത് എന്ന് പറഞ്ഞ പോലെ ഒരു മൂർത്തി തലത്തിൽ നിന്ന് അവൻ എങ്ങനെയാണ് ഏറ്റവും ശുദ്ധമായിട്ടുള്ള അദ്വൈതത്തിൻ്റെ, ജ്ഞാനത്തിൻ്റെ ആ തലത്തിലേക്ക് തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്നു സർവവും
അന്ന് ഏത് ശോകം, അന്ന് ഏത് മോഹമെന്ന് ഉപനിഷത്തിൻ്റെ അതേ ആശയമാണ്, അല്ലെങ്കിൽ ആ ദർശനം തന്നെയാണ് ഗുരുവിനും പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മളിൽ നിന്ന് അന്യമല്ല എന്നുള്ളത് മനസ്സിലാകുമ്പോഴാണ് ഇവിടെ വിദ്വേഷങ്ങൾ മാറുന്നത്, നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്നത്. നമ്മളുടെ സ്നേഹമൊക്കെ എപ്പോഴും കണ്ടീഷനാണ് അല്ലേ? അപ്പോൾ ആ കണ്ടീഷൻഡ് അല്ലാത്തൊരു സ്നേഹം ഉണ്ട് ഇവിടെ. അപ്പോൾ ആ തലത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ടൊക്കെ സാധിക്കണം. തീർച്ചയായിട്ടും സാമാന്യമായിട്ട് അത്യാവശ്യ അരിപ്പുറത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. അപ്പോൾ ഈ ഒരു സങ്കേതം ഗുരുവിൻ്റെ ഈ അദ്വിതീയമായിട്ടുള്ള ഈ ഒരു ദർശനത്തെ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ചില കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. അത് ഇനി അറിവുള്ളവർ വരിക, അറിവില്ലാത്ത ആളുകളിലേക്ക് അത് പകർന്നു കൊടുക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഗുരുവിൻ്റെ ഈ ദർശനത്തിലേക്ക് ആണ് ഈ സമൂഹം, ഈ തലമുറ വരേണ്ടത്. എങ്കിൽ മാത്രമേ ഇന്ന് മനുഷ്യൻ നേരിടുന്ന ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരവും, നമുക്ക് മാത്രമല്ല ഈ ലോകത്തിൻ്റെ എവിടെ നോക്കിയാലും മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും ഒക്കെ പേരിൽ യാതൊരു ദയയുമില്ലാതെ ആളുകളെ കൊന്നൊടുക്കുകയാണ്. നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്തുക അല്ലേ? അപ്പം നമുക്ക് ആർക്കും പരസ്പരം കുറ്റപ്പെടുത്താൻ പറ്റില്ല. നമ്മളൊക്കെ അതിൻ്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് വെളിയിലേക്ക് വരാം. അപ്പം അങ്ങനെ ഒരു വിഹിതമായിട്ടുള്ള ഒരു സന്ദേശം, ദർശനം കൊടുത്ത ആ മഹാപുരുഷൻ്റെ സന്നിധിയിലാണ് നമ്മളിവിടെ ഒത്തുകൂടിയത്. അപ്പോൾ ഇങ്ങനെ വരാനും ഈ രീതിയിലേക്ക് ഒക്കെ ഒന്ന് കണ്ടക്ട് ചെയ്യാനൊക്കെ ബിജുമാഷൊക്കെ സാധിച്ചതും നിങ്ങളുടെ ഒരു മനസ്സും ഒക്കെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇനിയും ഇവിടെ നിർത്താതെ ഇനിയും നിങ്ങൾ ഇടയ്ക്ക് വരിക, വന്ന് ഈ പറഞ്ഞ പോലെ താമസിക്കാൻ വലിയ കൂട്ടായ്മ, ഒരു പഠന ക്ലാസ്സോ അല്ലെങ്കിൽ കാവ്യത്തിൻ്റെ ആ രീതിയിലുള്ള ഒരു ആലാപനവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള വേദി ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സഹകരണമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മറ്റുള്ളവരിലേക്ക് നമുക്ക് എത്തിക്കാനും പറ്റുള്ളൂ. അപ്പോൾ വന്നതിൽ ഒക്കെ എല്ലാവർക്കും നന്ദി. ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.